ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിലെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2019 അതേപോലെ തന്നെ ഇപ്പോൾ 2022 പ്രശാന്തിന്റെ സിനിമ IFFK ഫീച്ചർ ചെയ്യുന്നുണ്ട്. ഒരു ബഡിങ് ഫിലിം മേക്കർ അല്ലെങ്കിൽ ഒരു ഡെബ്യൂ ഫിലിം മേക്കർ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരാളുടെ 2 സിനിമ IFFK ഫീച്ചർ ചെയ്യുന്നത് തന്നെ ഒരു റെയർ സംഭവമാണ്. ആൻഡ് ആ ഒരു റെയർ ഫീറ്റ് അച്ചീവ് ചെയ്ത ഒരാളാണ് പ്രശാന്ത്. What do you really feel about it? I actually feel very confident this time. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വൃത്താക്കളിലെ ചതുരം ചെയ്തപ്പോൾ അതൊരു ചെറിയ സിനിമ തന്നെയായിരുന്നു. അതൊരു സ്വതന്ത്ര സിനിമയുടെ എല്ലാ അവിടെ വെച്ച് നമുക്ക് കാണാം. പിന്നെ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് പറ്റുന്ന സിനിമകൾ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട്. അതും എന്റെ വീക്കെൻഡ് പ്ലാൻ അതാണ്. അപ്പോൾ നിങ്ങളും ചിലപ്പോ കേട്ടുകൊണ്ടേയിരിക്കും. നാളത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് നമ്മുടെ സിനിമ ആൾക്കാർ കയറുന്നുണ്ടോ, എങ്ങനെയാണ് അവരുടെ റെസ്പോൺസ്, നമുക്ക് തന്നെ നാളെ ഒരു മൈക്കോട്ട് നിന്നുള്ള റെസ്പോൺസ് അറിയാനായിട്ട് നമുക്കത് റെക്കോർഡ് ചെയ്ത് നമുക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നൈസ് പരിപാടി ആയിരിക്കും. നേരിട്ട് നമുക്ക് തന്നെ ഒരു മൈക്കും പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു സംഭവമായിരിക്കും. ഇപ്പൊ കുറെ സിനിമക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ വ്യൂവേഴ്സിന്റെ നല്ല റെസ്പോൺസ് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. ക്യാമറ എടുക്കാതെ അവിടെ അടുത്തല്ലേ ബാറ്ററി നമ്മള് എപ്പോഴും ഷൂട്ടിന് പോകുമ്പോ തന്നെ നമ്മള് ഒന്നും വാങ്ങിച്ചില്ലേ. അവന്റെ ഫോണും പോയി പ്ലാങ്കിന്ന് പൊളിക്കണം. ലിജോ ഷെയർ ചെയ്തത് 10,000 പേര് കണ്ടു കേട്ടാ. അടിപൊളി. വൈശാഖ് സാറിന്റെ ഏകദേശം അത്രയൊക്കെ പേര് കണ്ടിട്ടുണ്ട്. മിഥുൻ മാനുവൽ പുള്ളി ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഭാഗ്യമായി. നൈസാണ്. സമയം 9 കഴിഞ്ഞ് 9:45 ക്യാബ്. 9:45 10 നിങ്ങൾ റെക്കോർഡ് ചെയ്യണോ? സോറി. Category International Competition, Avasa Vyuham, directed by Prashant. When financing fails completely, when crowdfunding fails completely, when important actors and crew members seemingly disappear off the face of the earth without even answering your text messages, and when you finally finish your film and nobody watches it, and moreover, when people watch it and tell you that your movie sucks, and when all these things are piling up, it feels like you are seemingly wasted months or years of your life, especially when I had a baby. However, thanks to IFFK, we have such a wonderful audience. Therefore, once upon a time, an orbit documentation of an amphibian hunt. Hi, Krishnan here. MD രാജമോഹൻ കൊച്ചുരാമനായിട്ട് ഉണ്ടാകുന്ന ആളാണ്. എനിക്ക് ലാംഗ്വേജ് അഭിനയിച്ചാണ്. രാഹുൽ ഞാനാണ് ചോദിക്കുന്ന ക്യാരക്ടർ. രാഹുൽ കൃഷ്ണ ഫാസ്റ്റ് ട്രാക്ക് ചെയ്താണ്. രാകേഷ് എഡിറ്ററാണ്. ജെയ്സൺ തോമസ് അസിസ്റ്റന്റ് ക്യാമറമാൻ. വിഷ്ണു പ്രസാദ് DOP ആണ്. ആസിഫ് ഇസ്മായിൽ അസോസിയേറ്റ് ഡയറക്ടറാണ്. കളറിസ്റ്റ്. എൻ്റെ പേര് വൈശാഖ്, ഞാൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാണ്. ശ്രീനാഥ് മുരളി എന്ന് പറഞ്ഞ ക്യാരക്ടർ. തുടക്കത്തിലുള്ള റിസർച്ചർ പയ്യനാണ്. ശ്രീജിത്ത് പോലീസുകാരനായിട്ട്. Nireen Sandra, Lizzy എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഞാൻ എൽദോസം ജേക്കബ്, സർക്കിൾ ഇൻസ്പെക്ടർ ആന്റണി. ഞാൻ മനു രാജേട്ടൻ. എൻ്റെ പേര് പ്രഭാകരൻ, സയൻറ്റിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് ശരത് കുമാർ, ഞാൻ വിഷ്ണുവിൻ്റെ അസോസിയേറ്റാണ്. റിയലി ലൈക്ക് ദ മൂവി. അതിൽ പറയുന്ന കാര്യങ്ങളും അതെടുത്തിരിക്കുന്ന രീതി, അതിൽ ആക്ടേഴ്സിന് യൂസ് ചെയ്തിരിക്കുന്നതും it's very refreshing, and I feel that the movie speaks about something very honest, very necessary to be talked about. And അങ്ങനെ ഒരു കാര്യം ഇത്രയും എലാബറേറ്റ് ആയിട്ടും പക്ഷേ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടും
ഒരു ഫിലിമിലൂടെ കാണിച്ചതിൽ കൺഗ്രാറ്റ്സ് ടു ദ ഹോൾ. ഇത് ഭയങ്കര രസമുള്ള സിനിമയാണിത്. ഐ ആം ഷുവർ ഇറ്റ് വിൽ ട്രാവൽ പ്ലേസസ്. ആൻഡ് ഞാൻ ഭയങ്കര രസമുള്ളൊരു ക്രാഫ്റ്റാണ് ഞാൻ സിനിമയിൽ കണ്ടത്. ആൻഡ് ഒരുപാട് വിഷയങ്ങൾ ടച്ച് ചെയ്ത് പോകുന്നത്, അതായത് ഒരു സിനിമയുടെ അതിൻ്റെ ടെക്സ്റ്റും സബ് ടെക്സ്റ്റും എല്ലാം ഭയങ്കര രസകരമായിട്ട് നമുക്ക് തോന്നുന്നൊരു സിനിമയാണ്. ആൻഡ് ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസസ് ആണെങ്കിൽ എല്ലാം വാസ് ബ്രില്യൻറ്റ്. മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അജ്മലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര രസമുണ്ടായിരുന്നു. ആൻഡ് ഒരു എൻ്റർടൈനർ എന്ന രീതിയിൽ ഇത്രയും ഒരു സോഷ്യൽ ഇന്നാണ് കാണുന്നത്. പുള്ളി അന്ന് ഷെയർ ചെയ്ത സമയത്ത് മറ്റേ ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു. പുള്ളി ഷെയർ ചെയ്തപ്പോൾ ഞാനാണ് ആക്ച്വലി നിങ്ങൾക്ക് മറ്റേ അയച്ചത്. പുള്ളി മെസ്സേജ് അയച്ചത് ഞാൻ ആയിട്ട്. അപ്പോൾ പുള്ളി തിരിച്ച് ഷെയർ ചെയ്തപ്പോൾ മെസ്സേജ് അയച്ചായിരുന്നു. അടിപൊളി വർക്കാണ്. നല്ല ഫിലിം മേക്കറാണ്. നേരത്തെ ഷോട്ടിൽ ഇവൻ കയറി മറന്നില്ല നിങ്ങളുടെ മുഖത്ത് എപ്പോഴും ഉള്ളതാണ്. ക്യാമറയുടെ ഞാൻ നല്ല ഡാഡിയുടെ മുഖം പൊളിഞ്ഞ ഇത് ഊരാറായില്ലേ? അസർബൈജാൻ പടം, അതും കോമ്പറ്റീഷൻ ആണ്. അത് സുഹറ ആൻഡ് ഹർ സൺസ്. ആ നല്ല സിനിമയാണ്, നൈസ് മൂഡൊക്കെയാണ് ആ സിനിമ. കുമ്മാട്ടി റീമാസ്റ്റേഡ് അരവിന്ദിന്റെ പടം റീമാസ്റ്റർ ചെയ്തോണ്ട്. അല്ല, അത് രണ്ട് സ്ക്രീനിങ്ങേ ഉള്ളൂ. പിന്നെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നില്ലേ. പക്ഷെ ഷോ തുടങ്ങിയപ്പോഴത്തേക്കും ഫുള്ളായി. അതുപോലെ ഞാൻ ലാസ്റ്റ് പടം കഴിഞ്ഞ് സ്റ്റേജിൽ കയറിയപ്പോഴാണ് മുകളിൽ ഞാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാനത് സ്റ്റേജിൽ നിന്നപ്പോഴാണ് കണ്ടത്. എൻ്റെ ആളുകളൊക്കെ ഇരിക്കുകയും ചെയ്തു. ഞാനും കുറച്ചൊന്ന് പേടിച്ചായിരുന്നു ആദ്യമേ. ഫുള്ളാന്ന് പറഞ്ഞോണ്ടില്ലേ, നമുക്ക് കുറെ വിളിക്കാനില്ലായിരുന്നു, ഒരുപാട് പേരെ മാറ്റി. പക്ഷെ അവസാനം എനിക്ക് തോന്നുന്നു അവര് ഫസ്റ്റ് റിസർവ്ഡ് ആയിട്ടുള്ള ഡെലിഗേറ്റ്സിനെയും പിന്നെ അവസാനം ഇത് എന്നുവെച്ചാൽ അയക്കുന്നത് എല്ലാവരും മറ്റേ ഭയങ്കര മറ്റേ ഇന്റലക്ച്വൽ ടീംസ് അല്ലാതെ സാധാരണ മാത്രം അടിപൊളിയായി. പണ്ട് മറ്റേ ചെറിയ ലൈറ്റ് വേണമെങ്കിൽ നമ്മൾ മറ്റേ സിംബെക്സിന്റെ വലിയ പാനലെടുത്ത് മറ്റേ ബാറ്ററി ഒക്കെ ഇട്ട് ഇപ്പൊ മറ്റേ കീനോ ഇല്ലല്ലേ ഇപ്പൊ കീനോ, പക്ഷെ കീനോ ബാങ്ക് ഇവിടുത്തെ യൂണിറ്റുകാരെല്ലാം കീനോ ബാങ്കാണ് ഇപ്പോഴും. അങ്ങനെ അപ്ഡേറ്റ് ആയി തുടങ്ങി. കാരണം പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് പിന്നെ നമ്മൾ പിറ്റേ ദിവസം തന്നെ ടെലഗ്രാമിലും ഒക്കെ വന്ന് നമ്മുടെ സിനിമ അങ്ങ് നശിക്കും. നമ്മുടെ സിനിമ ചിലപ്പോൾ നമ്മൾ OTT-ലൊക്കെ വിൽക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു സെയിൽസും ആകത്തില്ല. ഇത് കുറേ ആൾക്കാർ പൈറേറ്റഡ് വേർഷനൊക്കെ എടുത്തിട്ട് കണ്ട് അവർ കുറേ നിരൂപണം എഴുതി ആർക്കും കാണാനും പറ്റാത്തൊരവസ്ഥയിൽ. എൻ്റെ അഭിപ്രായത്തിൽ ഫെസ്റ്റിവലിൽ തിയേറ്ററിൽ തന്നെ എല്ലാവരും വന്ന് നേരിട്ട് തന്നെ ഇതിലൊരു നാച്ചുറൽ ഡയലോഗ് ഉണ്ട്, ഇറക്കി തട്ടെ. ഏതാണ് സാർ ഇപ്രാവശ്യത്തെ IFFK വേൾഡ് സിനിമ ഗംഭീരമായ. ഞാനൊന്ന് വെനിസിൽ കണ്ട 2 സിനിമകളും ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ എല്ലാം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ടെക്നോളജീസ് ഉണ്ട്. ഇപ്പൊ നോ ഫിലിം സ്കൂൾ എന്നൊക്കെ പറഞ്ഞ സൈറ്റിലൊക്കെ പോയിട്ട് ആൾക്കാർക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മളൊരു ഫിലിം സ്കൂളിൽ പോയി പഠിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം മിക്കവാറും ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. പുസ്തകം വായിക്കുന്നത് മാത്രം നമ്മൾ കൂട്ടിയാൽ മതി. ഒരു ശാന്തിയും ഇല്ലാത്ത ആള്. നമ്മൾ പരിചയപ്പെട്ടെന്ന് തോന്നുന്നു. ഇടയിൽ കണ്ടു ട്രസ്റ്റായിട്ട് 2 പ്രാവശ്യം ഒന്ന് പേര് പറഞ്ഞിരുന്നു. മറപ്പല്ല. ഞാൻ ഇറങ്ങിയപ്പോൾ വേറെ പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ എന്റെ പൊന്നെ, അവൻ എന്തോ ഷേപ്പ് ഓഫ് വാട്ടറിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അത് ഒഴിവാക്കുന്ന നല്ലതായിക്കോട്ടെ. അത് മാറ്റിയിട്ടുണ്ടാവില്ലേ? അത് നമ്മുടെ കിട്ടുന്ന കാര്യമില്ല. അത് ഇത് കഴിഞ്ഞിട്ടുണ്ടോ? 2 ദിവസം കഴിഞ്ഞിട്ട്. 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 2
അല്ല അത് അവൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കട്ട് ചെയ്തിട്ട് നമുക്ക് പറ്റും, നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം ഇട്ടാൽ മതി. ചുമ്മാ ഞാൻ ഡോക്യുമെന്റ് ചെയ്യുന്നേട്ടോ അതിന്റെ. സൂപ്പർ പടം, സൂപ്പർ. പ്രതീക്ഷിച്ചല്ല, വേറെന്തോ ആണെന്ന് വിചാരിച്ചു. കാലയ്ക്ക് എന്തായാലും ശരിക്കും ശ്രദ്ധിക്കപ്പെടുന്നൊരു പടം. സാർ പടം കണ്ടു? ടാഗോറിന്ന് കണ്ടു, ഇപ്പോൾ ഇവിടുന്ന് ഒരിക്കലും കൂടി കണ്ടു, 2 പ്രാവശ്യമായി കണ്ടു. പാരിസ്ഥിതികമായിട്ടുള്ള ഒരു സിനിമ. രണ്ടും കൊറോണ കാലത്ത് അതും കൂടി കൂട്ടിയിണക്കിയിട്ടുണ്ട്. നമ്മൾ ഏക ലോകം എന്നുള്ളതാണ് അതിൻ്റെ. മനുഷ്യൻ മാത്രമായിട്ട് നിന്ന് ഇനി പാടില്ല, മറ്റുള്ള ജീവികളായിട്ടും കൂടി മാത്രമേ മനുഷ്യനക്ക് അതിജീവനം ഉള്ളൂ എന്ന് ഈ സിനിമ പറയുന്നു. ഗ്രാൻഡ് ഫിലിമായിരുന്നു, വളരെ നല്ല ഫിലിം. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഫെസ്റ്റിവലിൽ മൂവിയിൽ ഇതിനകത്ത് അവാർഡ് സ്ക്രീനിങ്ങിൽ കണ്ടതിൽ വളരെ മികച്ച രീതിയിൽ ചെയ്തിരിക്കുന്ന സിനിമയാണ്. ഗംഭീര പടം, ഇഷ്ടപ്പെട്ടു. നല്ല പടം, നല്ല പടം, ഇഷ്ടപ്പെട്ടു. ഒരു സിനിമയാണ്, ഇൻ്റർനാഷണൽ സിനിമയാണ്. അതായത് നമുക്ക് താരതമ്യം ചെയ്യാൻ ഉള്ള സിനിമകളൊക്കെ ഇന്ത്യക്ക് പുറത്തുള്ള സിനിമകളായിരിക്കും. അത്ര അടിപൊളി അടിപൊളി പടം, ഗംഭീര സിനിമ. പാട്ടാ അടിപൊളി, ഒന്നും പറയാനില്ല. ഞാൻ മിറാക്കിളിന് കയറിയ നിന്ന ആളാണ്, അത് ഒഴിവാക്കിയിട്ടാണ് ഇതിന് കയറി. രക്ഷയില്ല, മുതലായി. നല്ല സിനിമയായിരുന്നു. കിട്ടിലും പടം, ഒരു രക്ഷ. 19 എനിക്ക് മിസ്സായി. സത്യം വന്നിരുന്നെങ്കിലാ കറക്റ്റ് ആ ദിവസം ഷൂട്ട്. ഞാനേ താഴെ രാഹുലും പ്രശാന്തിയൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പടം കണ്ടിട്ട് നല്ല പടം, ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ പറയേണ്ട കാര്യങ്ങളും മറ്റ് ഈ അവാർഡ് ഫിലിം മനസ്സിലാക്കുന്നതിനിടെ കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ ചലച്ചിത്രമേളയിൽ വരുന്ന സിനിമകളുടെ ഒരു പാറ്റേൺ നിന്ന് വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായ ധാരണയുള്ള ഒരു ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററുമാണ്. പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. കൊള്ളേണ്ട പലർക്കും അത് കൃത്യമായി കൊള്ളും എന്ന് തന്നെയാണ് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഒരു സത്യം മലയാളത്തിൽ നിന്ന് വന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അത് ഒരു മലയാള തിയേറ്ററിൽ വരികയും ഒരുപാട് കാണുകയും ചെയ്തു. ഞാൻ പത്രത്തിലാണ് വർക്ക് ചെയ്തത്. മനോഹരമുണ്ട്, വെരി നൈസ്. നല്ലൊരു ഫീലുണ്ട് ഇവിടെ. ഡയറക്ടർ അസലായിട്ട് കൺസീവ് ചെയ്തിട്ടുണ്ട് ഇവിടെ. പടം ഭയങ്കര രസമാണ്. IFFKയിലുള്ള ഒരു എക്സ്പീരിമെൻ്റൽ പരിപാടിയിൽ ഭയങ്കര ഇത്ര എൻഗേജിംഗ് ആയിട്ട് ഒരു 2 മണിക്കൂർ കണ്ടിരിക്കുന്ന ലെവലിലേക്ക് പടം കൊണ്ടുവരികയും അതിൻ്റെ ബാക്കിലുള്ളൊരു ഹാർഡ് വർക്കും ഒക്കെ ഭയങ്കര എൻഗേജിംഗ് ആണ്. മ്യൂസിക്കും എല്ലാം ഒന്നിനൊന്നിനും മെച്ചമെന്നുള്ള രീതിയിൽ എന്തായാലും കോമ്പറ്റീഷനുള്ള പടമാണ്. നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ഓഡിയൻസ് ഒക്കെ കിട്ടും. എന്തായാലും മലയാളത്തിൽ നിന്നും ഇങ്ങനൊരു സിനിമ ഉണ്ടായത് അത് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിലേക്ക് മത്സരിക്കുന്നു എന്നതും വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതിനപ്പുറം ഈ സിനിമ ഇപ്പം IFFKയിൽ വരുന്ന കുറച്ച് പേർക്ക് മാത്രമേ സിനിമ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 10-12 മണിയായിടും കഥയൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു. ഫുള്ള് ഇരുട്ടായിട്ടായിരിക്കും അവര് സിനിമ തീർന്നുപോയി ലൈറ്റ് ഇട്ട് സഹായിച്ചു. എന്നിട്ട് അപ്പോൾ അത് ആ മൊമെന്റ് പോയ അപ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷൻ കാരണം ഇവർ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മറ്റേ നമ്മൾ രണ്ടാമത്തെ തവണ നൈസ് മൂവി, ഗുഡ് മെസ്സേജ്. അത്ഭുത പ്രപഞ്ചല്ലേ, ശരിക്കും ആവാസ വ്യൂഹം തന്നെ. അടിപൊളി നല്ല പടം, അടിപൊളി വിഷയം നല്ല ഗംഭീര പടം, അടിപൊളി സൂപ്പർ ഒരു രക്ഷയില്ല. പടം കണ്ടു, നല്ല അഭിപ്രായമാണ്. പടം കണ്ടായിരുന്നു, നല്ല പടം. ഭയങ്കര അടിപൊളി സാധനം. അതായത് അവരാ ഒരു പുതുവൈപ്പിൻ്റെ ഇഷ്യൂസ്, അതായത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആയാലും ആൾക്കാരുടെ ഇഷ്യൂസ് ആയാലും അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ഫിക്ഷണൽ സാധനം സൈഡ് ബൈ സൈഡ് കൊണ്ടുവന്ന് ഭയങ്കര കിട്ടലായിട്ടാണ്. ഭയങ്കര ഹൈലി റെക്കമെൻഡ് ആണ്, ഭയങ്കര കിട്ടലാണ്. നല്ല പടമായിരുന്നു. അടിപൊളി പടം, ഗുഡ്, ഫാന്റാസ്റ്റിക്, വളരെ നന്നായിരുന്നു. ഒരു ബുദ്ധിമായിരുന്നു, അടിപൊളിയായിരുന്നു. വിചാരിച്ചതിനെക്കാട്ടും ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു. എക്സലന്റ് ഫിലിം മേക്കിംഗ്, എക്സലന്റ് സിനിമാറ്റോഗ്രാഫി ആയാലും സ്റ്റോറി ടെല്ലിങ്ങും ഭയങ്കര പുതുമയായിരുന്നു. ഭയങ്കര നല്ല അനുഭവമായിരുന്നു. എക്സലന്റ്. പിന്നെ എനിക്കൊന്ന് തിയേറ്റർ റിലീസ് ഇല്ലെന്നാ പറയുന്നത്, ഇനി OTT കൊടുക്കുന്ന പറയുന്നത്. അത് മാത്രമേ ഉള്ളൊരു ഇത് പ്രാവശ്യമായിട്ട് കാണുന്നുണ്ട് തിയേറ്ററിൽ. എക്സലന്റ്.
നല്ല പടമായിരുന്നു, നല്ല പടം. തകർത്തു. പ്രതീക്ഷിക്കാത്തൊരു സാധനമായിപ്പോയി. കാരണം ഇങ്ങനെ ഒരു പ്രസന്റേഷൻ ഇതിനെ കണക്ട് ചെയ്തിട്ട് ഇതുപോലൊരു സാധനം ഒരു ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ചെയ്യാൻ പറ്റും. തുടങ്ങുമ്പം ഒരു വെറും ഡോക്യുമെന്ററി പോലെ തുടങ്ങിയിട്ട് ഇത്രയും ഡീപ്പറായിട്ട് പോകുമെന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നല്ല പടം. സൂപ്പർ. ദിസ് ഇയർ ഒരു പക്ഷേ നാച്ചുറൽ കൺസർവേഷനിലെ നാഷണൽ അവാർഡിന് പോലും സാധ്യതയുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാർ മൂവി നല്ലതായിരുന്നു. നന്നായിരിക്കുന്നു. സൂപ്പർ ഫിലിം. ആക്ച്വലി മലയാള സിനിമയാണെന്ന് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് വല്ല ഓസ്കാർ എൻട്രി ഒക്കെ പോകേണ്ട പടം. ഇത് മലയാള സിനിമയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഇതുവരെ കാണാത്ത എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ഫിലിമാണ്. വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. റിയലി ഷോക്ക്. മൂവി നന്നായിരുന്നു. നല്ല രീതിയിൽ പരിസ്ഥിതി, മനുഷ്യൻ, നിലവിലുള്ള സംവിധാനങ്ങൾ എല്ലാം കറക്റ്റ് പൊളിറ്റിക്സ് ആയിട്ടും വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ഇന്നത്തെ ഒരു അവസ്ഥയെ കൃത്യമായിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട്. കാരണം ഒരു പരിസ്ഥിതി വിഷയങ്ങളെ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുവരാമെന്നുള്ളതും കൃത്യമായിട്ട് പറയേണ്ടതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. കഥാപാത്രങ്ങളുടെ പ്രകടനമാണെങ്കിൽ അത് ഒന്നിനൊന്നും മികച്ച നല്ല പ്രകടനമാണ്. മികച്ച പ്രകടനമാണ് ആവാസവ്യൂഹം എന്നുള്ള സിനിമ ഇപ്പോൾ കണ്ട സിനിമകളിൽ, പിന്നെ ഇന്ത്യൻ സിനിമകളിൽ തന്നെ മികച്ചൊരു പ്രകടനമാണ് ഈ ഫെസ്റ്റിവലിൽ നടത്തിയിട്ടുള്ളത്. ഗംഭീര സിനിമയാണ്. മലയാള സിനിമയിൽ എന്തായാലും ഒരു ഭയങ്കര വേറിട്ടൊരു വഴിത്തിരിവാണ്. എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഇത്രയും ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു മീഡിയത്തിലേക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലേക്ക് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഇറ്റ്സ് എ വെരി ബിഗ് ഫീറ്റ് ആൻഡ് കൃഷ്ണൻ ഹാസ് ഡൺ ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി. ആൻഡ് മലയാള സിനിമയ്ക്ക് ഒരു എന്താ പറയുക മുതൽക്കൂട്ട് തന്നെയാണ് ഈ വരാൻ പോകുന്നത്. കുറേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കിടിലനായിരുന്നു. മലയാളത്തിൽ ഈ ഒരു കൈൻഡ് ഓഫ് ജോൺ മലയാളത്തിൽ വന്ന വൺ ഓഫ് ദ ബെസ്റ്റ്. അല്ലെങ്കിൽ മലയാളത്തിൽ ഇല്ല ഇതേപോലത്തെ സിനിമകൾ. പൊള്ളി പടം, കൊമ്പൻ പടം. വളരെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി വിഷയങ്ങൾ, എല്ലാ വിഷയവും കൈകാര്യം ചെയ്തു. കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു നമുക്ക് അഭിമാനിക്കാം. സൂപ്പർ, അടിപൊളി, ഒന്നും പറയാനില്ല. മലയാളത്തിന് അഭിമാനം. ആവാസ വ്യൂഹം എന്ന് പറയുന്നത് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിലൊരു പ്രബന്ധമൊക്കെ രചിക്കുന്ന മട്ടിലുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ആഖ്യാനം കണ്ടത്. ഒരു ആമുഖമൊക്കെ കൊടുത്ത് ചാപ്റ്റർ റിവിഷനൊക്കെ നടത്തി കൺക്ലൂഷൻ, അങ്ങനത്തെ ഒരു പ്രത്യേക പാറ്റേൺ ആണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ഗവേഷണമൊക്കെ നടത്തുന്നത് പോലെ ഒരു നല്ല രീതിയിലുള്ളൊരു റിസർച്ച് ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് എന്തായാലും ഒരു നവാനുഭവമായിരുന്നു. ഇതൊരു തിയേറ്ററിൽ തന്നെ ആസ്വദിക്കാൻ പറ്റിയതിൻ്റെ ഒരുപാട് സന്തോഷം എനിക്കുണ്ട്. ശരിയായ രീതിയിലുള്ളൊരു റിവ്യൂ എനിക്കിതിൽ നടത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്തായാലും ഇതിനെക്കുറിച്ച് കേൾക്കുന്ന ആളുകളൊക്കെ ഈ സിനിമ കാണണം. ഉറപ്പായിട്ടും ഇതൊരു സിനിമാ ലോകത്തെ ഒരു മാർക്കബിൾ ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും ഈ സിനിമ. ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്ത എക്സ്പീരിയൻസ് ചെയ്ത 3 വർഷമായിട്ട് അറ്റൻഡ് ചെയ്യുകയാണ്. 3 വർഷമായിട്ടുള്ളൂ. ഒരു ഗംഭീര പടമാണ് ശരിക്കും. ഇപ്പോൾ നമ്മൾ ഈ കുറച്ച് പടങ്ങളിപ്പോൾ വേൾഡിൽ തന്നെ, വേൾഡ് സിനിമ എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെ കുറേ സിനിമകൾ വന്നിട്ട് അതിനകത്ത് ടോപ്പിൽ നമ്മുടെ മലയാള സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ വല്ലാത്തൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടിരിക്കുന്ന പടങ്ങളിൽ ഏറ്റവും ടോപ്പായിട്ടിരിക്കുന്ന മലയാളത്തിലൊരു പടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി മനസ്സിലായി. കമേഴ്ഷ്യൽ വാല്യൂ ഉള്ള എല്ലാവർക്കും എല്ലാത്ത തരം ശരിക്കും ഇപ്പോൾ പറ്റുന്ന ഒരു പടമാണ്. ഈ പടം കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു പടം പ്ലാൻ ചെയ്തായിരുന്നു കാണാൻ. 12 മണിക്ക്. അതിപ്പോൾ കാണണോ വേണ്ടോ എന്ന് ആലോചിക്കുക. കാരണം ഇത് തലയിലിരിക്കും. അപ്പോൾ വെറുതെ അത് പോയി കാണണോ അങ്ങനത്തെ ഒരു മൂഡിൽ ഇരിക്കുവാണ്. അത് അതെ, കണ്ടാലേ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. അങ്ങേയറ്റം ജനശ്രദ്ധ ആവശ്യമുള്ള ഒരു മേഖലയിലേക്ക് ക്യാമറ തിരിച്ചു വച്ചിരിക്കുകയാണ്. Film goes to Avasa Vyuham by Krishnan.
also give an award for the best Malayalam. Give an award for the best Malayalam film. It goes to Avasavyuham. എന്ത് വേണമെന്നോ അത്രയ്ക്ക് അറിയത്തില്ല. എന്തായാലും അവാർഡ് കിട്ടിയതിനുള്ള സന്തോഷം, ഓഡിയൻസിൻ്റെ റെസ്പോൺസ് നമുക്ക് ലൈവായിട്ട് തിയേറ്ററിൽ കാണാൻ പറ്റി, അതിനും ഒരുപാട് സന്തോഷം. ആവാസവ്യൂഹം ഒരു സീരിയസ് ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ വേദിയിൽ അതിനെക്കുറിച്ച് പറയുന്നില്ല, എന്നാലും നിങ്ങളത് വേദിയിൽ വരുമ്പോൾ കാണണം, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം. Happy birthday to you. Happy birthday. ഞങ്ങളുടെ ചോട് പോയ ഞങ്ങൾ ചവിട്ടിയെടുക്കും, ഇങ്ങടെ ജീവൻ പോയ നിങ്ങൾ എന്താ ചെയ്യാ? വിളയാട് ചിന്ന തമ്പി